ഗ്ലാസ് സ്കിൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സിറം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. 100% നാച്ചുറലാണ്. ഒരു രീതിയില്ല സൈഡ് എഫക്റ്റ് ഇല്ല, കെമിക്കലില്ല, ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് മാത്രമല്ല 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം കൊറിയൻ ഗ്ലാസ് ടിക്ചർ കിട്ടാനായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള സിറം നമുക്ക് റെഡിയാക്കാം കേട്ടോ. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഗ്ലാസ് സ്കിൻ എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ സ്കിന്നിൽ അൺഈവണെല്ലാം മാറി, ഡ്രൈനെസ് എല്ലാം മാറി, റിങ്കിൾസ് എല്ലാം കുറച്ചുകൊണ്ട് നമ്മളുടെ സ്കിന്നിൽ എന്താ പറയുക, എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്ത് ഒരു ക്ലിയർ സ്കിൻ ടെക്സ്ചർ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളൊരു ഗ്ലാസ് സ്കിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലരും നമ്മളോട് പറയും ഗ്ലാസ് സ്കിൻ കിട്ടുക എന്ന് പറയുന്നത് കൊറിയൻ സ്കിന്ന് പോലെ പെട്ടെന്ന് വെളുക്കുക, കൊറിയക്കാരെ പോലെ അതാണോ എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊറിയൻ സ്കിന്ന് പോലെ പെട്ടെന്ന് വെളുക്കാനല്ല, നമ്മളുടെ സ്കിന്നിനെ ബെറ്റർ ആക്കുക എന്നുള്ളത്. അതായത് സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, കൊറിയക്കാരുടെ സ്കിന്നും നമ്മളെപ്പോഴും അവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്ത് അവിടുത്തെ ക്ലൈമറ്റ്, അവരെടുക്കുന്ന ഫുഡ്, അവരുടെ സ്കിൻ കെയർ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അവരൊക്കെ എന്ന് വെച്ചാൽ സ്കിൻ കെയറിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. നമ്മൾ ഇപ്പോഴാണ് കുറച്ച് പേർക്കെങ്കിലും ഒരു സ്കിൻ കെയറൊക്കെ എന്താണ് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് അത്രയും ക്ലിയർ സ്കിൻ അവർക്ക് കിട്ടുന്നത്. നമുക്കില്ലാത്തത്, നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു റൊട്ടീൻ ഇല്ല, അല്ലെങ്കിൽ നോളേജ് ഇല്ല, അതുകൊണ്ടാണ് നമുക്കത് അറിയാത്തത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതുപോലെ സ്കിൻ ബ്രൈറ്റ് ആവണമെന്നല്ല, അത് പെട്ടെന്ന് വെളുക്കണം എന്നുള്ളതല്ല, നമുക്ക് നമ്മളുടെ സ്കിന്നിനെ ബെറ്റർ ആക്കുക, സ്കിന്നിൻ്റെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റുക, അതുപോലെ തന്നെ റിങ്കിൾസ് കുറയ്ക്കുക, പിഗ്മെൻറ്റേഷൻ, ടാൻ, ഇത് അൺഈവൺ ഇതെല്ലാം കുറച്ചുകൊണ്ട് ഒരു ക്ലിയർ സ്കിന്നിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നൊരു സിറമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. എല്ലാവർക്കും ഒരുപാട് ഹോം കെയർ ഒക്കെ ചെയ്യാനൊക്കെ ഇച്ചിരി ഒരു മടിയൊക്കെയാണ്, കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ വരും എന്നൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്ന മിക്ക സംഭവങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നതും. അതുപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ വീണ്ടും പറയാണ്, ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. എനിക്കതുകൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓരോ കാര്യങ്ങളും അത് അത്രയും റിസൾട്ട് കിട്ടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വേറെ ഒന്നുമല്ല, നമ്മുടെ റോസ് വാട്ടർ എടുക്കുക. റോസ് വാട്ടർ ഒരു 100 ml റോസ് വാട്ടർ എടുക്കാം. ഓക്കെ, അതിലേക്ക് നമ്മൾ ഒരു 1 to 1.5 സ്പൂൺ ചിയാ സീഡ് എടുക്കാം. അതിലേക്ക് ചിയാ സീഡ് 1.5 സ്പൂൺ എടുക്കുക. ദെൻ നമ്മൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ, അതായത് റോസ് വാട്ടറിലേക്ക് ചിയാ സീഡ് 1.5 സ്പൂൺ നമ്മൾ മറ്റേ കുതിർത്ത് വെച്ചതൊന്നുമല്ല, ഡയറക്റ്റായിട്ട് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇടാവുന്നതാണ്. അതിലേക്ക് നമ്മളൊരു പീസ് ബീറ്റ്റൂട്ട് കട്ട് ചെയ്തെടുക്കുക. ബീറ്റ്റൂട്ടിൻ്റെ സ്കിന്നെല്ലാം പീൽ ചെയ്തതിന് ശേഷം ഒന്ന് ചെറിയ പീസായിട്ട് ഒരു പീസ് കേട്ടോ 1 പോർഷൻ എടുക്കുക. ഒരു ഹാഫിൻ്റെ 1 പോർഷൻ എടുക്കുക. അതും കൂടെ നമുക്കിതിനകത്ത് ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു രാത്രി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഒരു രാത്രി കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം കിടന്നത് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുക്കുക. നെക്സ്റ്റ് ഡേ നോക്കിക്കഴിഞ്ഞാൽ ഒരു 12 hours എങ്കിലും ഇതെല്ലാം കൂടി നമ്മൾ ഇട്ട് വയ്ക്കണം. അപ്പോൾ ഇത് ഈ ബീറ്റ്റൂട്ടിൻ്റെ കളറും എല്ലാം ഇതിലേക്ക് നമുക്ക് ഈ റോസ് വാട്ടറിലേക്ക് ഇറങ്ങി ശരിക്കും നല്ലൊരു, നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് അപ്പം തന്നെ യൂസ് ചെയ്യാൻ തോന്നും. ആ രീതിയിലായിരിക്കും നമുക്കത് കാണുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു നല്ല ഒരു വൃത്തിയുള്ള ഒരു ചെറിയൊരു കുഞ്ഞു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുക. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ റോസ് ഹിപ്പ് ഓയിൽ. അതിപ്പോൾ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. റോസ് ഹിപ്പ് ഓയിൽ ഒരു 2 to 3 ഡ്രോപ്സ് എടുത്താൽ മതി. 2 to 3 ഡ്രോപ്സ് നമുക്ക് അതിലേക്ക് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എസെൻഷ്യൽ ഓയിൽ 2 ഡ്രോപ്സ് എടുക്കുക. നമുക്ക് റോസ് ഹിപ്പ് ഓയിൽ 3 ഡ്രോപ്പ് അല്ലെങ്കിൽ 4 ഡ്രോപ്പ് വരെ പോകാം കേട്ടോ. നമുക്ക് എല്ലാ ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. ഈ ഒരു അളവ് എന്ന് പറയുന്നത് മാക്സിമം നമുക്കൊരു ആഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അളവാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 2 ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്യാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. നമുക്കിത് പക്ഷേ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് റെഡിയാക്കി കഴിഞ്ഞു. ഇതാണ് സിറം കേട്ടോ. ഇത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. സൂപ്പർ ബല്ലേ. നമുക്കിത് ഓർത്ത് നോക്കൂ, ഇത് എത്രത്തോളം റിസൾട്ടായിരിക്കും എന്നുള്ളത്.
ഭയങ്കര റിസൾട്ടാണ്. ഇനി ഇത് ഉപയോഗിക്കണം, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലെൻസ് ചെയ്യണം. എപ്പോഴും ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ക്ലെൻസ് ചെയ്തിട്ട് ടോണർ യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ സിറം ആഡ് ചെയ്ത് കൊടുക്കുക. അത് നൈറ്റിൽ ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പോൾ ക്ലെൻസ് ചെയ്ത് ടോണർ യൂസ് ചെയ്യാതെ സിറം യൂസ് ചെയ്യാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വെറുതെ എടുത്തിട്ട് ഈ ടോണറായിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾ പ്രോപ്പർ ഒരു സ്കിൻ കെയർ, ഞാൻ പറയും എന്ത് ഹോം കെയർ ചെയ്യുവാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു പ്രോപ്പർ സ്കിൻ കെയറും കൂടെ കൊണ്ടുപോയാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ ഇതെല്ലാം തന്നെ വേണം. അപ്പോൾ ഈ സിറം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം ക്ലെൻസ് ചെയ്തിട്ട് ടോണർ യൂസ് ചെയ്യുക. ടോണറിന് ശേഷം നമ്മളുടെ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. സിറം അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സിറം ഉപയോഗിക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അല്ലാതെ ഇത് മാത്രമല്ല ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ബെറ്ററാണ്. സ്കിൻ കെയർ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, എന്ത് പ്രൊഡക്റ്റാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഞാൻ ഗൈഡ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് മേടിക്കണം. പല ആൾക്കാരും പല ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ട് എന്താ പറയുക, ഒരു സൺസ്ക്രീനോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഉപയോഗിക്കും, ഒരു കുറച്ച് നാൾ ഉപയോഗിക്കും, റിസൾട്ടൊന്നുമില്ല, അവിടെ ഇട്ട് പോകുന്നതാണ് നമ്മൾ പലരും കാണുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ അറിയണം. നമ്മുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറിയണം. സ്കിൻ്റെ പ്രശ്നങ്ങൾ, നമ്മൾ അൺഈവൺ ആയിരിക്കാം, ഡ്രൈനെസ് ആയിരിക്കാം, പിഗ്മെൻറ്റേഷൻ ആയിരിക്കാം, ടാൻ ആയിരിക്കാം, ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് നമുക്കത് ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്കൊരു കറക്റ്റായിട്ടുള്ള റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. 3 മാസത്തെ ഗൈഡൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ സ്കിന്നെ ഓൺലൈൻ വഴി നമ്മൾ കൺസൾട്ട് ചെയ്യും. കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് വേണം, എങ്ങനെയാണ് സ്കിൻ കെയർ നമ്മൾ പറഞ്ഞു തരും. അതിനുശേഷം പ്രൊഡക്റ്റ് ആപ്ലിക്കേഷനും എങ്ങനെയാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരും. അങ്ങനെ നമ്മളൊരു 3 മാസം നിങ്ങളുടെ കൂടെ ഗൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം, സ്കിന്നിൻ്റെ പ്രോബ്ലം എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഭയങ്കര കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് 4 ദിവസം കൊണ്ട് റിസൾട്ട് വരുന്നതായിരിക്കരുത്. നമുക്ക് ബേസ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ അറിയണം എന്നുള്ളതാണ്. സ്കിൻ കെയർ അറിയാതെ ഒരിക്കലും നിങ്ങൾ എന്ത് പാക്ക് ഇട്ടിട്ടും അല്ലെങ്കിൽ എന്ത് തന്നെ നിങ്ങൾ പോയിട്ട് ചെയ്താലും ഞാൻ വീണ്ടും ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. നിങ്ങൾ എത്ര ഡോക്ടേഴ്സിനെ കണ്ടാലും, എത്ര പീൽ ചെയ്താലും, എത്ര ലേസർ ട്രീറ്റ്മെൻറ്റ് എടുത്താലും റിസൾട്ട് വരത്തില്ല. നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ്. അത് ചെയ്തേ പറ്റൂ. അത് ചെയ്യാതെ നമ്മൾ വേറെ എന്തിലേക്ക് പോയിട്ടും ഒരു കാര്യമില്ല. നമ്മൾ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റോ വേറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റോ ഒന്നും തന്നെ വരത്തില്ല. കാരണം സ്കിന്നിന് ഒരു പ്രശ്നവും വരില്ല. സ്കിൻ ഭയങ്കര ക്ലിയർ സ്കിന്നായിരിക്കും. അപ്പോൾ നമുക്കൊരു ക്ലിയർ സ്കിൻ വേണം, അത് ലൈഫ് ടൈമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും കൂടാതെ ഈ ആൾക്കാർ ഒരുപാട് പേര്, ഞാനിപ്പോൾ നമുക്കറിയാമല്ലോ ഇത്രയും പേര് കൺസൾട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എന്ത് പ്രൊഡക്റ്റാണ് നമ്മുടെ സ്കിന്നിന് വേണമെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന എല്ലാ പ്രൊഡക്റ്റുകളും പരീക്ഷിച്ച് നോക്കുകയാണ്. ഇത് ആരെങ്കിലും വന്നിട്ട് ഇത് ഒരു ക്രീം കൊടുത്തിട്ട് പറയുന്നു ദുബായിൽ നിന്ന് കൊണ്ടുവന്നാണ്, ഇത് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കും. വേറെ ആരെങ്കിലും വന്നിട്ട് വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കും. അല്ലാതെ നമുക്ക് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ സ്കിന്നിനെ കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നത്തിൽ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ തരും. 3 മാസത്തേക്ക് 5000 റുപ്പീസ് എനിക്ക് ഫീസ് ഉണ്ട്. സോ അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഈ ഒരു സ്കിൻ കെയർ ഗൈഡൻസിലേക്ക് വരാം. സ്കിൻ ക്ലിയർ ആക്കിക്കൊണ്ട് ക്ലിയർ സ്കിൻ നമുക്കൊരു ലൈഫ് ടൈമിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഈ സിറം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം ക്ലെൻസ് ചെയ്യുക, ദെൻ ടോണർ യൂസ് ചെയ്യുക, എന്നിട്ട് ഈ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോൾ 30 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും അറിയിക്കണം. നമുക്കൊരു ക്ലിയർ സ്കിൻ, ഗ്ലാസ് സ്കിൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് 100% റിസൾട്ട് കിട്ടുന്ന സിറമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.